ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നോക്കിയതെന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ മീനിങ്, ഡെഫിനീഷൻ, അതുപോലെ തന്നെ പ്ലാനിങ്ങിൻ്റെ നേച്ചർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇന്ന് നമുക്ക് പ്ലാനിങ്ങിൻ്റെ പർപ്പസ്, അതുപോലെ തന്നെ പ്ലാനിങ് പ്രോസസ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്, എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. ഇത് ബിസിനസ് സ്റ്റഡീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലാൻ ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു പ്ലാനിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്ത് കാര്യമാണോ ഫ്യൂച്ചറിൽ ചെയ്യേണ്ടത് അതിനെപ്പറ്റി നേരത്തെ ചിന്തിച്ച് തീരുമാനിച്ച് വെക്കുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് പർപ്പസ് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ടു സെറ്റപ്പ് ദ ബിസിനസ് ഒബ്ജക്റ്റീവ്. ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞു, അതായത് ഒബ്ജക്റ്റീവ്സ്, അതായത് ബിസിനസ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ടു സെറ്റപ്പ് ദ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് എന്നാണ്. അടുത്തതെന്ന് പറയുന്നത് ടു എൻഷുർ പ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ടു അച്ചീവ് ദം. അതായത് ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് റിസോഴ്സസ് എന്ന് പറയുന്നത് ചിലപ്പോൾ മെറ്റീരിയൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുകളായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിങ്ങനെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ രണ്ടാമതായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് ടു എൻഷുർ പ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ടു അച്ചീവ് ദം എന്നുള്ളതാണ്. നമ്മൾ എക്സാമിന് ഇത് എഴുതുമ്പം കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതായത് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിൻ്റ് മാത്രം എഴുതാതെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ടു പ്രൊവൈഡ് ഫോർ ഫ്യൂച്ചർ അൺസർട്ടനിറ്റി. ഇത് നമ്മൾ പഠിച്ചതാണ്. അതായത് ഫ്യൂച്ചറിൽ വരാനുള്ള അൺസർട്ടനിറ്റി, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുന്നത് കാര്യങ്ങൾ. അപ്പോൾ അതാണ് അടുത്തതെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ടു സെക്യൂർ എക്കണോമി ഇൻ ഓപ്പറേഷൻ. അതായത് സിമ്പിൾ പോയിൻ്റാണ്. അതായത് ഓപ്പറേഷൻസ്, ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് വേരിയസ് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം ഓപ്പറേഷൻസ് നടത്തുന്നത് ലോ കോസ്റ്റ്, അതായത് മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രൊഡക്ഷൻ ചെയ്യാൻ പാകത്തിനായിരിക്കണം നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യണമെങ്കിൽ, മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രൊഡക്ഷൻ ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിനെ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ടു എൻഷുർ ബിസിനസ് സ്റ്റെബിലിറ്റി. അതായത് ബിസിനസ്സിനൊരു സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുക, സ്റ്റേബിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്നൊക്കെയുള്ളതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ടു മേക്ക് കോർഡിനേഷൻ ഈസി. അതായത് കാര്യങ്ങളെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതൊക്കെ ഈസിയാക്കാൻ, എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പം പ്ലാനിങ്ങിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു കോർഡിനേഷൻ, അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതെന്ന് പറയുന്നത് ടു ഇൻക്രീസ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്. അതായത് ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടി ആണ് നമ്മളിത് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ടു അവോയ്ഡ് റെപ്പറ്റീഷൻ ഓഫ് സർട്ടൻ ബിസിനസ് ഓപ്പറേഷൻ. അതായത് നമ്മൾ പ്രോപ്പർ പ്ലാൻ ഇല്ലാതെയാണ് മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ ഒരു ബിസിനസ് ഓപ്പറേഷൻ തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ അതിൽ മിസ്റ്റേക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള റെപ്പറ്റീഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ടു അവോയ്ഡ് റെപ്പറ്റീഷൻ ഓഫ് സർട്ടൻ ബിസിനസ് ഓപ്പറേഷൻസ്. അടുത്തതെന്ന് പറയുന്നത് ടു അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് എഫേർട്സ് ആൻഡ് റിസോഴ്സസ്. അതായത് ഇത് നേരത്തെ പറഞ്ഞ പോയിന്റ് പോലെ തന്നെയാണ്. നമ്മൾ പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ റിസോഴ്സസ്, അതുപോലെ നമ്മുടെ എഫേർട്സൊക്കെ വേസ്റ്റ് ആയിത്തീരും. കാരണം അത് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒബ്ജക്റ്റീവിലേക്ക് അത് എത്തിച്ചേരില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇത് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പം എഫേർട്സും റിസോഴ്സസും വേസ്റ്റ് ആവും. അതാണ് അടുത്തതെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ടു എൻഷുർ പ്രോപ്പർ യൂസ് ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. അതായത് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ സ്റ്റാഫാണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ എന്ന് പറയുന്ന റോ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസിനെയൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കാർ എന്തൊക്കെ ടാസ്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു ഓർഗനൈസേഷനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതെന്ന് പറഞ്ഞാൽ ടു ബ്രിങ് അബൌട്ട് യൂണിഫോമിറ്റി ഇൻ ദ മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷനിലെ വർക്ക് ചെയ്യുന്നതിൻ്റെ മെത്തേഡ്സ്, പ്രൊസീജിയേഴ്സ്, ഇതിനൊക്കെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ടു ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതായത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാനിങ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. കാരണം നമുക്ക് ഓൾറെഡി ഒരു സെറ്റ് പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് നോക്കിയിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ പർപ്പസ് ഓഫ് പ്ലാനിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇത് സിമ്പിളാണ്. ഈ ഒരു 12 പോയിന്റ് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ്. അപ്പോൾ ആ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ഒരു ഓർഗനൈസേഷൻ്റെ സൈസ് അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ഓർഗനൈസേഷൻ ചെറിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ വേറൊരു ഓർഗനൈസേഷൻ അതുപോലെ ആയിരിക്കില്ല. അവർക്ക് ഡിഫറൻസ് ഉണ്ടാവും. കൂടുതൽ മെറ്റീരിയൽസ് കാണും, കൂടുതൽ എംപ്ലോയീസ് കാണും. അപ്പം വലിയ ഓർഗനൈസേഷൻസ് ഉണ്ട്, ചെറിയ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഒരു സിംഗിൾ പ്ലാനിങ് പ്രോസസ്സ് ആയിരിക്കില്ല ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാനിങ് പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും എല്ലാ ടൈപ്പ് ഓഫ് പ്ലാനിങ്ങിനും. അപ്പോൾ നമുക്കിനി ആ സീരീസ് ഓഫ് സ്റ്റെപ്സിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് വരുന്നതെന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് ഒബ്ജക്റ്റീവ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതായത് ഇതാണ് ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, അതായത് പ്രോസസ് ഓഫ് പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഈ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. ഒരു ഓർഗനൈസേഷന് കോമൺ ഗോൾസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ ഗോൾസ് ഉണ്ടാവും. ഈ 2 ഗോൾസിനെയാണ് നമ്മൾ കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കേണ്ടത്. അപ്പം കോമൺ ഗോൾസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ സെയിൽസ് കൂട്ടുന്നതായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളായിരിക്കാം. ഡിപ്പാർട്ട്മെൻറ്റൽ ഗോൾസ് എന്ന് പറയുന്നത് ഇപ്പം HR-ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് കറക്റ്റായിട്ട് സാലറി പ്രൊവൈഡ് ചെയ്യുക, അവരുടെ പെർഫോമൻസ് അപ്രൈസൽ കറക്റ്റായിട്ട് നടത്തുക, ഇതൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ആ ഒരു ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ്സ്, കോമൺ ഒബ്ജക്റ്റീവ്സ്, ഡിപ്പാർട്ട്മെൻറ്റൽ ഒബ്ജക്റ്റീവ്സ്, ഇതിനെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്ലാനിങ് പ്രെമിസസ് ആണ്. അപ്പം പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ എപ്പോഴും അൺസർട്ടൈൻ ആയിരിക്കും. അപ്പം നമ്മളിത് എപ്പോഴും ചെയ്യുന്നത് സർട്ടൈൻ അസംഷൻസിൻ്റെ ബേസിസിലാണ്. അതായത് ഫ്യൂച്ചർ എൻവയോൺമെൻറ്റിനെ പറ്റിയുള്ള ഒരു അസംഷൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ് ഈ ഒരു അസംഷൻസിനെ, അതായത് എന്ത് അസംഷൻസിലാണോ നമ്മൾ ഈ ഒരു പ്ലാനിങ് ചെയ്യുന്നത് അതിനെയാണ് പ്ലാനിങ് പ്രെമിസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫ്യൂച്ചർ ഇവൻസിനെ ഒന്ന് നോക്കിയിട്ട് അതെന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് പ്രെമിസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ഡെഫിനിഷൻ നോക്കാം അതിൻ്റെ. ഇൻ ദ വേർഡ്സ് ഓഫ് കൂൺസ് ആൻഡ് ഓഡോണൽ, പ്ലാനിങ് പ്രെമിസസ് ആർ ദ ആൻറ്റിസിപ്പേറ്റഡ് എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് പ്ലാൻസ് ആർ എക്സ്പെക്റ്റഡ് ടു ഓപ്പറേറ്റ്. ദേ ഇൻക്ലൂഡ് അസംഷൻസ് ഓർ ഫോർകാസ്റ്റ് ഓഫ് ദ ഫ്യൂച്ചർ. അതായത് സിമ്പിളാണ്, ഫ്യൂച്ചറിലേക്കുള്ള അസംഷൻസ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ്, അതിനെയൊക്കെയാണ് നമ്മൾ പ്ലാനിങ് പ്രെമിസസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്ലാനിങ് പ്രെമിസസ് ആണ്. അപ്പം ഈ പ്രെമിസസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട്, ഈ ഒരു അസംഷൻസ് കറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് നമ്മുടെ പ്ലാൻ സ്യൂട്ടബിളായിട്ട് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് യോജിച്ച് പോവുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പ്ലാനിങ്ങിൻ്റെ സക്സസ്സിൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റലായിട്ടുള്ള പാർട്ടാണ് ഈ ഒരു പ്ലാനിങ് പ്രെമിസസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. അതായത് ഒരു ആക്ഷൻ, ഒരു പർട്ടിക്കുലർ കാര്യം പല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്നിരുന്നാലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷന് ഒരു പർട്ടിക്കുലർ വേ, മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ എടുത്ത് നോക്കുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനുള്ള പല രീതികളെ എടുത്ത് അതിനെ എക്സാമിൻ ചെയ്ത് നോക്കുന്നതിനെയാണ് നമ്മൾ ഡെവലപ്പിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. അതായത് നമ്മൾ ഈ ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷനെ എക്സാമിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇതിലേതാണ് നല്ലത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ
ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓരോ സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ട് ഏതാണ് നല്ലത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ എടുക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവാണ്. അതായത് നമ്മളിതിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് എന്ന് നമ്മൾ ചൂസ് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് ഡെറിവേറ്റീവ് പ്ലാൻസ് ആണ്. അതായത് നമുക്ക് എപ്പോഴും ഒരു ബേസിക് പ്ലാൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡെറിവേറ്റീവ് ആയിട്ടുള്ള പ്ലാൻസ്, അതായത് ഇതിനെ സബ് പ്ലാൻസ് എന്നും പറയാറുണ്ട്. അല്ലെങ്കിൽ ഇത് നമ്മുടെ ബേസിക് പ്ലാൻ ഉണ്ടല്ലോ, ആ പ്ലാനിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാൻസിനെയാണ് ഡെറിവേറ്റീവ് പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് പ്ലാനിന് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെറിവേറ്റീവ് പ്ലാൻസ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് ഡെറിവേറ്റീവ് പ്ലാൻസ് ആണ്. അടുത്തതെന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ദ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. അതായത് എപ്പോഴും നമ്മൾ ആഫ്റ്റർ ഫോർമുലേറ്റിംഗ് ബേസിക് ആൻഡ് ഡെറിവേറ്റീവ് പ്ലാൻസ്, ബേസിക് ആയിട്ടുള്ള പ്ലാൻസും അതുപോലെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള പ്ലാൻസ് അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതിൻ്റെ സീക്വൻസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് വയ്ക്കും. അതാണ് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഓഫ് ദ പ്ലാൻസ്. അതായത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്ലാൻ മെയ്ഡ് ഔട്ട് ആയതിനു ശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജാണ് എക്സിക്യൂഷൻ ഓഫ് പ്ലാൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇവിടെ വരെയുള്ള സ്റ്റെപ്പുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ദ പ്ലാൻസ് ആണ്. അതായത് പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് വരുത്താനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്, ഫോളോ അപ്പ് ചെയ്യുകയാണ്. അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇവാലുവേഷൻ ഓഫ് പ്ലാൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ, ഈ ഒരു 9 സ്റ്റെപ്പാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ടും പഠിക്കാനുള്ളതെന്ന് പറയുന്നത്. ഇത് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടോപ്പിക്കൊന്നുമല്ല, ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്പ് തന്നെ നമ്മളൊരു ഡയഗ്രാം പോലെ ജസ്റ്റ് ഒന്ന് വരച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് നല്ലതായിരിക്കും, നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും പഠിച്ചു വെക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.